കർത്താവിൻ്റെ ആത്മാവ് പ്രകാശനം നൽകിയ ഒരു ദൂത് കൈമാറി ഇരിപ്പാൻ കൃപയിൽ ശരണപ്പെടുന്നു. ചില മിനിറ്റുകൾ മാത്രം. ഇന്ന് കർത്താവ് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ സങ്കീർത്തനങ്ങൾ 8 ദൈവമക്കൾക്ക് വളരെ പരിചിതമായ സങ്കീർത്തനങ്ങൾ ആണ്. സങ്കീർത്തനങ്ങൾ 8 ഗ്രന്ഥകർത്തൃത്വം ദാവീദിന് ഉള്ളത് എന്ന് അതർക്കിതമായി, അർത്ഥാൽ തർക്കരഹിതമായി തലവാചകത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ സാധിക്കുന്നു. ഏകദേശം നമ്മിൽ നിന്ന് 3020 ഉപരിയോളം സംവത്സരങ്ങൾക്ക് മുന്നമേ ചമയ്ക്കപ്പെട്ട ഈ മഹനീയമായ കീർത്തനം, അത് ഈ 2025 പുറമറ്റത്ത് ഈ ക്രമീകരിച്ചിരിക്കുന്ന ഈ സഭാ-ഹാളിൽ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ദൈവമക്കളിലേക്ക് 3200 സംവത്സരത്തിൻ്റെ പുറകിൽ ചമയ്ക്കപ്പെട്ടത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, പുറമറ്റത്തോട്ട് കൊണ്ടുവരാൻ എന്തേലും വഴി കാണുന്നുണ്ടോ? 9 വാക്യമേ ഉള്ളൂ. സൂക്ഷിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? സ്തോത്രം. വഴി അന്വേഷിച്ച് ഇരുന്നാൽ അന്വേഷണ തൃഷ്ണയിൽ ചിലപ്പോൾ വിഷമവൃത്തത്തിൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഒരു ബൈബിൾ ക്ലാസ് ആണെങ്കിൽ 5 മിനിറ്റ് അങ്ങനെ വേർതിരിക്കാം. എല്ലാവരുടെയും പഠനം, ധ്യാനം എവിടെയെങ്കിലുമൊക്കെ മനസ്സ് വായനയിൽ ഉടക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് ഈ സങ്കീർത്തനങ്ങളെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ 2 വാക്യങ്ങൾ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, 2-ാമത്തെ വാക്യം, 8-ാം സങ്കീർത്തനങ്ങൾ 2-ാമത്തെ വാക്യം. 2 മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാലും. ഇനി മത്തായി സുവിശേഷം 21-15-16. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 8-2 2-ാം ഭാഗം, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചു ഇരിക്കുന്നു. ബലം നിയമിച്ചിരിക്കുന്നു. ഈ പ്രയോഗങ്ങൾ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 8-ാം സങ്കീർത്തനം 2-ന്റെ ഉദ്ധരണി മത്തായി സുവിശേഷത്തിൽ യേശു ഉദ്ധരിച്ചത് പരാമർശിച്ചിരിക്കുകയാണ്. കാലസമ്പൂർണതയിൽ അവനീമുഖത്ത് അവതരിച്ച അവിടുത്തെ ഓമനകുമാരൻ ഈ ഊഴിയിൽ നിന്നുകൊണ്ട് പ്രസ്താവിച്ച വാക്കാണ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ, സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ട് എന്ന്. എന്താണ് ആ പ്രയോഗം? അത് ഗ്രഹിപ്പാൻ 16-ാമത്തെ വാക്യം താഴോട്ടൊന്ന് വായിക്കണം. വായിച്ചോ. 15-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ഒരു പ്രയോഗം അവിടെ നിന്ന് എടുക്കാനാണ്. ദാവീദ് പുത്രന് ഹോശന്ന എന്നാർക്കുന്ന ബാലന്മാരെ കണ്ടു. അല്ലേ? സ്തോത്രം. ദാവീദ് പുത്രന് ഹോശന്ന എന്ന് വായിച്ചേ. ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാർ, അവർ ദാവീദ് പുത്രന് ഹോശന്ന എന്ന് എന്ത് ചെയ്യുന്നു? ആർക്കും. അപ്പൊ നീളമുള്ള കുപ്പായൊക്കെ ഇട്ട
മത്തായിക്കും മലാക്കിക്കും ഇടയ്ക്കുള്ള അന്ധകാര യുഗത്തിന്റെ പ്രൊഡക്റ്റായ 7 വിധ രീതിയിൽ നടക്കുന്ന പരീശന്മാർ ഉണ്ട്. അവര് ലേവ്യ പൗരോഹിത്യപ്പെട്ടവരല്ല, ദൈവം ആക്കി വെച്ചതല്ല, അവരൊക്കെ തന്നെ ആയതാ. ദൈവമാക്കി വെക്കാത്തൊരു തസ്തികയാണത്. ആ പരീശന്മാര് അവർക്ക് നന്നായി ന്യായപ്രമാണം അറിയാം, സൂക്ഷ്മമായിട്ടും അറിയാം അവർക്ക്. എന്നാൽ അവര് ആർക്കുന്നില്ല, അവർ ദാവീദ് പുത്രന് ഹോശന്ന പറയുന്നില്ല. അവർ യേശുവിൻ്റെ പുറകെ നടന്ന് വിമർശന ബുദ്ധിയോടുകൂടെ നോക്കുകയാണ്. 3.5 കൊല്ലം നടന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വേറെ കാര്യം. വെറുതെ അവരുടെ സമയം പോയി. ആ സമയം വേറെ വല്ല പണിക്ക് പോയായിരുന്നെങ്കിൽ. നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ ധാരാളം പോകുന്നുണ്ട്. സ്തോത്രം. ചിലപ്പോൾ നമ്മളതിന് മറുപടി പറയാൻ പോയാൽ നമ്മുടെ സമയം പോകും, നമുക്ക് വേറെ പണിയുണ്ട്. പറയുന്നത് മനസ്സിലായോ? ഇവരൊക്കെ ഇങ്ങനെ സ്റ്റാൻഡേർഡിൽ ഇരിക്കുമ്പോ ആലയത്തിൽ ബാലന്മാർ പറഞ്ഞ വാക്ക് ദാവീദ് പുത്രൻ. അപ്പൊ ഇവര് ഇതെങ്ങനെ മനസ്സിലാക്കി? യഹൂദന്റെ പിള്ളേർ നമ്മുടെ പിള്ളേരെക്കാൾ ബുദ്ധിയുള്ള കഴിവുള്ള പിള്ളേരാണ്. അവര് പറഞ്ഞു ദാവീദ് പുത്രന് ഹോശന്ന. ഈ ഹോശന്ന എന്ന വാക്ക് ഒരു ഹീബ്രു വേർഡാണ്. ആ ഹീബ്രു പ്രയോഗം പഴയ നിയമത്തിൽ അധികം സ്ഥലങ്ങളിലില്ല. യേശുവിൻ്റെ ഹോശന്ന യാത്രയിലും ഈ പ്രയോഗം കാണാം. അത് കൊടുത്തിട്ടുള്ള തെളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണുള്ളത്. അത് സങ്കീർത്തനങ്ങൾ 118:25 എൻ്റെ ചിന്ത. ഒന്ന് വായിച്ചോ. 118:5 ഇല്ലയോ? ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ 25-ാം വാക്യം. 25-ാമത്തെ വാക്യം 24 ആദ്യം വായിച്ചേ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം എന്ത് ചെയ്യണം? അപ്പോൾ യഹോവ ഉണ്ടാക്കിയൊരു ദിവസം ഉണ്ടെന്നും ആ ദിവസം സന്തോഷിച്ച് ആനന്ദിക്കേണ്ട ദിവസമാണെന്നും യഹൂദന്റെ ഇടയിൽ നിശ്ചയിക്കപ്പെട്ടൊരു ദിവസം അവർ കാത്തിരുന്നു. നെക്സ്റ്റ് അടുത്തത് അടുത്ത വാക്കാണ് യഹോവേ ഞങ്ങളെ രക്ഷിക്കണേ. യഹോവേ ഞങ്ങൾക്ക് സ്തോത്രം. യഹോവേ യാഹ്വേ ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ആ പ്രയോഗമുള്ളിടത്ത് ഹീബ്രു ബൈബിളിനകത്ത് കൊടുത്തിട്ടുള്ള വാക്ക് ഹോശന്ന എന്നാണ്. ദാവീദ് പുത്രന്, പുത്ര ഞങ്ങളെ എന്ത് ചെയ്യണമേ? രക്ഷിക്കണമേ. അന്ധകാര യുഗത്തിലേക്ക് ആമഗ്രമായി പോയ ജൂതവംശം അവരുടെ അമിക്കയർ അഴിച്ച് അവർക്ക് വിപ്ലവകരമായി വിമോചനം കൈമാറാൻ സ്വത്രം അധികാരമുള്ള, ശേഷിയുള്ള, കരുത്തുറ്റ, മികവുറ്റ, തികവുറ്റ ഒരു ശ്രേഷ്ഠൻ അവർക്ക് വേണ്ടി അവനീ മുഖത്ത് കാൽ ചവിട്ടും എന്നുള്ളത് അവർ കാത്തിരുന്നു. ആ കാത്തിരുന്നവനെ തിരിച്ചറിയാൻ അവിടെയുള്ള ജൂത മതത്തിന്റെ മേലാളന്മാർക്ക് കഴിയാതെ പോയപ്പോൾ ശിശുക്കളുടെയും ആമേൻ സ്തോത്രം മുലകുടിക്കുന്നവരുടെയും ഒക്കെ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമായവർ
ഭാഷ തെളിച്ചു പറയാം നാവ്, അങ്ങനെ കൊഞ്ഞപ്പൊക്കുന്ന മാറി വരുന്ന പിഞ്ചുമക്കളുടെ കൊഞ്ഞി പറയുന്ന ആ ഭാഷയിൽ നിന്നൊക്കെ തെളിഞ്ഞു വരുന്നതിന് മുന്നമേയുള്ള ശബ്ദം. ഒരു പ്രായമെത്തുമ്പോൾ പിള്ളേരുടെ ശബ്ദം കണ്ടിട്ടില്ലേ? ആ പിള്ളേരുടെയൊക്കെ ഇങ്ങനെ കറാ പറ എന്നുള്ളത്, അതൊക്കെ വരുന്നതിന് മുമ്പ് സ്തോത്രം, പിള്ളേരെല്ലാം കൂടെ പറയാണേ, ദാവീദ് പുത്രന് ഹോശന്ന. ഹല്ലേലൂയ. അവർ തിരിച്ചറിഞ്ഞു ദാവീദ് പുത്രൻ ആയ രക്ഷകൻ ഈ യേശുവാണെന്ന്. അവർ മെല്ലെ പറയുകയല്ല, അവരുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞ ആശയം ഉച്ചസ്വരത്തിൽ അവർ ഘോഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യഹോവയുടെ ആലയത്തിനകത്ത് യേശുവിനാർപ്പുയർന്നു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. അവൻ ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയമായ ഈ ജീവസ്ഥാപനത്തിനകത്ത് എത്രയധികം രക്ഷിതാവിന് ആർപ്പുയരണം. തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ചേർത്തി അടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. അവൻ നിന്റെ രക്ഷിതാവിനെ തിരിച്ചറിയുക. രക്ഷിപ്പാൻ അധികാരമുള്ളവനെ, രക്ഷിപ്പാൻ ബലമുള്ളവനെ, രക്ഷിപ്പാൻ കഴിവുള്ളവനെ, രക്ഷിപ്പാൻ ശക്തിയുള്ളവനെ, അവൻ നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ അവൻ ശേഷിയുള്ളവനെ. ഇന്ന് പകൽ ഇവിടെ സപ്തമഹിമ പൂർണ്ണനായി എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാൻ ഇന്ന് പകൽ പവിത്രാത്മാവ് പരിശുദ്ധാത്മാ വചനത്തിലൂടെ നമ്മോട് അവൻ പ്രബോധന സന്ദേശം നൽകുക. ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാമോ? അവർ ഉച്ചത്തിലാർത്തു. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക. അതിഥികളുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, അവരിൽ നിന്ന് നാം ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലമുള്ള വാക്ക്, മഹത്വമുള്ള വാക്ക്, ശ്രേഷ്ഠമായ വാക്ക് യേശുവിനെ കുറിച്ച് വെളിയിൽ വരുന്നു. അത് കണ്ട് ജൂതമതത്തിൻ്റെ മേലാളന്മാർ അന്താളിച്ച് നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, അന്താളിച്ച് നിൽക്കണ്ട, നിങ്ങൾ ഇന്നലെയിൽ വായിച്ചില്ലേ 1000 കൊല്ലം മുമ്പ് ചമച്ച ദാവീദിൻ്റെ കീർത്തനത്തിനകത്ത് സങ്കീർത്തന പുസ്തകത്തിൽ 8:2 അവൻ അതിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, അപ്പോൾ 8-ാം സങ്കീർത്തനവും നമ്മളും തമ്മിലുള്ള ബന്ധം വല്ല പിടുത്തം കിട്ടിയോ? 8-ാം സങ്കീർത്തനവുമായി പുറമറ്റങ്കാർക്ക് ബന്ധമുണ്ടെന്ന് ഉറപ്പുള്ളവരൊന്ന് കരമുയർത്തി സ്വോത്രം ചെയ്യാം. അല്ലാതെ ഞാൻ ഗോലിയാത്തിനെ കൊല്ലാനൊന്നും ഇപ്പോൾ പോയിട്ടില്ല. സ്വോത്രം. ആകയാൽ വാക്യം 2 എടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് വലിച്ച് ലൈൻ വലിച്ച് പിന്നെ അതിൻ്റെ വ്യാഖ്യാനത്തിന് വേറെ ഒരു വാക്യം കൊണ്ട് 3 വാക്യം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് കണ്ണ് തുറന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. കുറിച്ചെടുത്തവരെ ഓർത്ത് സ്വോത്രം ചെയ്യുന്നു. ആമേൻ. ഇതെല്ലാം ഉൾക്കൊണ്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അവിടുന്ന് അങ്ങോട്ട് പഠിക്കാനുള്ള വഴി തെളിച്ചിട്ടിരിക്കുകയാണ്. നേരെ അങ്ങോട്ട് പോയാൽ ആഴങ്ങളുള്ള സന്ദേശമുണ്ട്. മഴയൊക്കെ അല്ലേ, വെറുതെ ഇരിക്കാനൊക്കെ അല്പസമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ എന്തേലുമൊക്കെ പറഞ്ഞിങ്ങനെ ഫോൺ വിളിച്ച് പിടിപ്പിക്കാതെ ഈ പുസ്തകമൊക്കെ ഒന്ന് തുറന്ന് ഈ വാക്യത്തിൽ നിന്ന് ആ വാക്യത്തിലേക്ക് പിടിപ്പിച്ച് കയറിയാലുണ്ടല്ലോ, ഉള്ളി ചൂട് പിടിക്കും, ധ്യാനത്തിങ്കിൽ തീ കത്തും. അല്ലെങ്കിൽ ഉള്ള തീയും കൂടെ കെട്ടേച്ച് ചാരച്ചട്ടിയുമായിട്ട് വന്നിരിക്കേണ്ടി വരും. ഇന്നലെ കത്തിയെ അമ്മ ഇന്നലെ വെള്ളം ഒഴിച്ച് കിടത്തിയ പകുതി കരിയുള്ള കമ്പ് കണ്ടിട്ടില്ലേ? ഇനി കത്താനുണ്ട്. ഞാൻ 80-ൻ്റെ കാലങ്ങളിൽ കത്തിയതിൻ്റെ തെളിവാണിത്. അതേൽ ഊതിയാ വല്ലതും നടക്കുമോ? ഇത്രയും കത്തൽ ഇവിടെ ഉള്ളതിനായി സ്തോത്രം.